അപ്പോൾ ഈ വെജിറ്റബിൾ ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടാണ്. ഇവിടെ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ച ഗോതമ്പുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പച്ചക്കറികൾ, ഇത് ബീട്രൂട്ട് ഒരു കഷ്ണം, അതേപോലെ ഒരു തക്കാളി ഉണ്ട്, പിന്നെ അല്പം കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് അരയ്ക്കലാണ് ആദ്യത്തെ ജോലി. അത് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുടാം. പിന്നെ ഇതിലേക്കൊരു ചമ്മന്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗോതമ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഏകദേശം ഒരു 3/4 ഭാഗം അരഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ പച്ചക്കറികളൂടെ ചേർത്ത് പൂർണ്ണമായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളപ്പം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ വെള്ളം അവസാനം ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മാവ് ഒരു 3/4 ഭാഗം അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഈ കരിവേപ്പിൻ്റെ ഇല ഞാൻ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. നന്നായി അരയ്ക്കുന്നില്ല, ഒന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കരിവേപ്പിൻ്റെ ഇല വീണ്ടും ചേർക്കാം. വെള്ളമൊക്കെ പാകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും ഈ കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. നമുക്കിത് വാങ്ങി പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാം. ഈ ചമ്മന്തിക്ക് പ്രധാന ചേരുവ എന്ന് പറയുന്നത് തേങ്ങ തന്നെയാണ്. ഈ തേങ്ങ ഞാൻ തേങ്ങയുടെ കൊത്തായിട്ടാണ് എടുത്തത്, അതായത് തേങ്ങ പൂണ്ടെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ പൂണ്ടെടുക്കുമ്പം ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാദിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചെരുകി എടുക്കുന്നതിനേക്കാളും ഒരു ചെറിയ വ്യത്യാസം അവിടെ നമുക്ക് കാണാം. കാഴ്ചയ്ക്കും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ചേർത്തുന്നത് മാങ്ങയാണ്. ഇത് പഴുത്ത മാങ്ങ അല്ല, എന്നാൽ പച്ച മാങ്ങയല്ല, അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു പാകമാണ്. പഴുത്ത് വരുന്ന നമ്മൾ നന്നായി മൂത്ത മാങ്ങയാണ്. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട്, പിന്നെ അല്പം കരിവേപ്പിൻ്റെ ഇല ഉണ്ട്. അത് നമുക്ക് അവസാനം ചേർത്താൽ മതി. അപ്പോൾ ഈ 3 ചേരുവകൾ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ, പച്ചമാങ്ങ, ഇഞ്ചി. അപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി പേസ്റ്റ് ആയിട്ടില്ല, എന്നാലും ചമ്മന്തിയുടെ പാകമായിട്ടുണ്ട്. ഇനി കരിവേപ്പിൻ്റെ ഇലയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒരൊറ്റ കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല, എന്നാൽ ഒരു മീഡിയം ലെവലിൽ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചെരുകി എടുത്ത് അരയ്ക്കുന്നതിനേക്കാൾ ഒരു വ്യത്യാസത ഉണ്ടാവും ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് അരയ്ക്കുമ്പോൾ. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് ദോശ ചുടുക എന്നുള്ളൊരു പണിയാണുള്ളത്. ചുട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കുക. ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ മണ്ണിൻ്റെ ദോശച്ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മണ്ണിൻ്റെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇരുമ്പിൻ്റേത് ഉപയോഗിക്കാം. അല്പം വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ്
സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മണ്ണിൻ്റെ ആയതുകൊണ്ട് വല്ലാതെ നേർപ്പിച്ച് ആക്കാൻ പറ്റില്ല, അല്പം കട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് മറിച്ചിടാം. വരെ നമ്മളിപ്പോൾ നല്ല ചൂട് ദോശ മൺചട്ടിയിൽ ഒരു വെജിറ്റബിൾ ദോശ, ഇതിലേക്ക് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല, എന്നാലും നമ്മളൊരു സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. ദോശ ഇത് ഗോതമ്പ്, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, ബീറ്റ്റൂട്ടും തക്കാളിയും ചേർത്തിട്ടുണ്ട് പ്രധാനമായിട്ടും. മനോഹരമായൊരു ചമ്മന്തി നമുക്ക് മുന്നിലുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. രാവിലത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ഭക്ഷണമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള രുചിക്കൂട്ടുകൾ പ്രകൃതി രീതിയിൽ ശരീരത്തിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് യാതൊരുവിധ കേടുപാടും വരുത്താത്ത തരത്തിലുള്ള രുചിഭേദങ്ങൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതിലൂടെ നല്ലൊരു പാചക രീതി വളർന്നു വന്ന് രോഗമില്ലാത്തൊരു ജീവിതം സാധ്യമാകട്ടെ. നന്ദി, നമസ്തേ. അതോടൊപ്പം പ്രകൃതി സുഹൃതിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.